ആത്മീയ ആചാര്യനും എൻലൈറ്റൻഡ് മാസ്റ്ററുമായിരുന്ന ശ്രീ നിസർഗദത്ത മഹാരാജനോട് ഒരിക്കൽ ഒരാൾ ഗുരുവിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ മഹാരാജ പറഞ്ഞു, യുവർ ഓൺ സെൽഫ് ഈസ് യുവർ അൾട്ടിമേറ്റ് ടീച്ചർ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ സെൽഫ് ഉണ്ടല്ലോ, ആ ചൈതന്യമുണ്ടല്ലോ, ആ സത്യമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പരമമായ ഗുരു എന്ന്. ദി ഔട്ടർ ടീച്ചർ ഈസ് മിയർലി എ മൈൽ സ്റ്റോൺ. പുറമേ നിങ്ങൾ കാണുന്ന ഗുരു എന്ന് പറയുന്നത് ഒരു നാഴികക്കല്ല് മാത്രം. നിങ്ങളുടെ ഉള്ളിലുള്ള ഗുരു ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അയാൾ പറഞ്ഞു, ഉള്ളിലുള്ള ഗുരുവിലേക്ക് എളുപ്പം എത്താൻ കഴിയില്ല എന്ന്. മഹാരാജ് പറഞ്ഞു, ലുക്ക് വിത്തിൻ ആൻഡ് യു വിൽ ഫൈൻഡ് ഹിം. ഉള്ളിലേക്ക് നോക്കൂ, ആ ഗുരുവിനെ കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും അയാൾ പറഞ്ഞു, ഞാൻ ഉള്ളിലേക്ക് നോക്കാറുണ്ട്, പക്ഷേ കാണുന്നത് എന്താണെന്നറിയാമോ? മെമ്മറീസാണ്, ഓർമ്മകൾ. പിന്നെ ഫീലിങ്സ് ഉണ്ടവിടെ. പിന്നെ സെൻസേഷൻസാണ്, ശരീരത്തിലുണ്ടാകുന്ന വികാരങ്ങൾ. ആഗ്രഹങ്ങളുണ്ടവിടെ, ഡിസയേഴ്സ്, എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രതീക്ഷകൾ. ചിലപ്പോൾ പേടി പോലും തോന്നാറുണ്ട്. പല സംഗതികളുടെയും കാർമേഘത്തിൽ ഞാൻ പെട്ടുകിടക്കുകയാണ്. അത് കാരണം മറ്റൊന്നും കാണാനില്ല എന്നയാൾ പറഞ്ഞു. സാധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അതേ പ്രതീതി. നിസർഗദത്ത മഹാരാജ് പറഞ്ഞു, ദാറ്റ് വിച്ച് സീസ് ഓൾ ദിസ് ഈസ് ദ ഇന്നർ ടീച്ചർ. ഇതെല്ലാം കാണുന്ന ഒരുവനുണ്ടല്ലോ, അതാണ് ഉള്ളിലെ ഗുരു. അപ്പോൾ ഇയാൾ പറഞ്ഞു, താങ്കൾ പറയുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നോക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഇറ്റ് എസ്കേപ്സ് മീ എന്ന് പറഞ്ഞു. ശരി, അത് എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞുവല്ലോ, ആ ആശയം എവിടെ നിന്നാണ് ഉദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, മനസ്സിൽ നിന്ന്. ശരി, ആ മനസ്സിനെ അറിയുന്നവൻ ആരാണ് എന്ന് മഹാരാജ് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് എൻ്റെ ഉള്ളിലുള്ള ഒരു സാക്ഷിയാണ് എന്ന്, ദ വിറ്റ്നസ്. ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞുവോ, ഞാനാണ് നിങ്ങളുടെ മനസ്സിനെ അറിയുന്ന സാക്ഷിയെന്ന്? ഇയാൾ പറഞ്ഞു, ഇല്ല. പിന്നെ അതാരാ? ഞാനാണ്. അയാൾ പറഞ്ഞു, യെസ്, ദി ഐ ആം ഇസ് ദ വിറ്റ്നസ്. ആ ബോധമാണ് സാക്ഷി. ആ സാക്ഷിയാകുന്ന ബോധമാണ് ഞാൻ. അതുതന്നെയാണ് യഥാർത്ഥ ഗുരു. ആ ഗുരു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. കാരണം ആ സത്യമാകുന്ന ഗുരുവിന് മാത്രമേ നമുക്ക് നേരായ വഴി കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ നന്ദി.